ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇറാനുമായി ബന്ധപ്പെട്ട് റഷ്യയുമൊക്കെയായി ബന്ധപ്പെട്ട് ഇന്ത്യയും റഷ്യയുമായി ഒക്കെയുള്ള ഒരു നാവിക ഇടനാഴി, ആ നാവിക ഇടനാഴിയുടെ നിർമ്മാണമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇറാൻ ഇപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു പക തീർക്കലിൻ്റെ ഒക്കെ സ്വരത്തിൽ മുന്നോട്ട് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ നാവിക ഇടനാഴി എന്ന് പറയുന്നത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇറാനുമൊക്കെ ഒരുപോലെ സഹായകമാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു നിർമ്മാണത്തിൽ നിന്ന് ഇവർ അല്പം പുറകോട്ടടിക്കുന്നു. അതിൽ സാമ്പത്തികമായി ഞങ്ങൾക്ക് നിക്ഷേപിക്കാൻ സമ്പത്തില്ല, അല്ല സാമ്പത്തികമില്ല എന്നുള്ള നിലയിലൊക്കെ പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോടുള്ള, അതായത് ഇസ്രായേലിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ പക ഇങ്ങനെ തീർക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, ഇറാൻ ഏതൊരു വിലപേശൽ തന്ത്രമാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇറാനും പ്രയോജനം ചെയ്യുന്ന ഒരു സമുദ്രത്തിലൂടെയുള്ള ഒരു പുതിയ ട്രേഡ് ഒരു വഴി തുറന്നു കിട്ടുകയാണ്. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് ഇന്ത്യയും റഷ്യയും ഇറാനും ഒക്കെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഈ പൈസ ഇല്ല, മാത്രവുമല്ല ട്രംപ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഏത് നിമിഷവും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും, അപ്പോൾ ഇന്ത്യ ഇടപെട്ട് ആ ആക്രമണ സാധ്യത ഇല്ലാതാക്കണം. അപ്പോൾ ഇന്ത്യ എടുത്ത് പറയുകയാണ് എങ്കിൽ മാത്രമേ ഞങ്ങൾ സഹായിക്കൂ. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് വലിയൊരു കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്യുന്നതൊക്കെ അവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ത്യ അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ അവർ പറയുന്ന കാരണം, കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇറാന് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. അതോടുകൂടിയാണ് ഓയിൽ മേഖല ഏതാണ്ട് സ്തംഭിച്ചു പോയി, അവരുടെ കച്ചവടമൊക്കെ കുറഞ്ഞു, സാമ്പത്തിക നില തകർന്നു, ഇങ്ങനൊരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ടായിരുന്നു, ഒരു പദ്ധതി, അതായത് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഈ കോറിഡോർ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിലെ മുംബൈയിൽ നിന്ന് ആരംഭിച്ചിട്ട് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ നീളുന്നതാണ്. ഏതാണ്ട് 7200 കിലോമീറ്റർ ദൂരമുണ്ട്. വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിലൂടെ ഈ കപ്പലൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് പല രാജ്യങ്ങളെയും ഒഴിവാക്കാം. ഇപ്പം നമുക്ക് സമീപത്തുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയൊക്കെ വഴിയാണ് നമ്മൾ ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നെ യൂറോ ഏഷ്യയിലേക്ക് മാറുന്നു. ഇങ്ങനെയാണ് ഈ കച്ചവടം നടന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ട്, അഫ്ഗാനിസ്ഥാൻ വന്ന് ചൊറിയുന്നുണ്ട്, നമ്മുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും. ഇപ്പം അഫ്ഗാനൊക്കെ നമ്മൾ സഹായമൊക്കെ കൊടുക്കും. ഇപ്പോൾ ഗോതമ്പൊക്കെ നമ്മൾ ഇവിടുന്ന് സഹായമായി കപ്പൽ കൊണ്ടുപോകുമ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത് വെച്ച് അവർ ആ കപ്പലിനെ ആക്രമിക്കുകയോ അതിനകത്തൊന്നും കയ്യേറി ഗോതമ്പ് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. കാരണം അവിടെയും ഭക്ഷ്യക്ഷാമം പ്രശ്നമൊക്കെയാണ്. പക്ഷേ അങ്ങനെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുമായിട്ട് ചേർന്ന് പറ്റില്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യം ഏതാണെന്ന് ഇന്ത്യയും റഷ്യയും കൂടെ ആലോചിച്ചപ്പം ഇറാനെയാണ് കണ്ടെത്തിയത്. അപ്പം ഇന്ത്യ റഷ്യ പ്ലാൻ എന്ന് പറയുന്നത് 24 വർഷം മുമ്പാണ് ആലോചന തുടങ്ങിയത്. അതിനുശേഷം ഇവരിങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴാണ് നടുക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടെ കിട്ടിയാൽ ഇത് സ്മൂത്ത് ആയിട്ട് പോകും, ശരിയാണ്, നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ ഇറാനുമായിട്ട് ആലോചിച്ചു, ഇറാൻ അതിനോട് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമല്ലോ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ്റെ ഈ കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം, എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, അതിന് കുഴപ്പമില്ല, രണ്ടു കൂട്ടർക്കും ഗുണമാകും. അപ്പോൾ ഇങ്ങനെ ഒരു ഗുണമാകുമ്പോൾ ഈ ഒരു കോറിഡോർ വളരെ പെട്ടെന്ന് പിന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെടുത്തു, ഇറാൻ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് $20 ബില്യൺ ലാഭം കിട്ടും. അത് കഴിഞ്ഞാൽ ലാഭം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാണ്, അത് കഴിഞ്ഞാൽ കിട്ടുന്നത് റഷ്യക്കാണ്, പിന്നെ മറ്റു കുറേ രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ഇറാനുമാണ്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ റഷ്യയിൽ കുറേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യണം, ഇറാനിലും ചെയ്യണം, ഇന്ത്യയിൽ ചെയ്യണം. കാരണം ഇന്ത്യയിലെ മുമ്പേ പോർട്ടിൽ നിന്ന് ഇത് തുടങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ പണമില്ല. അപ്പം ഈ റഷ്യയിൽ 53 നഗരങ്ങൾ ഉൾപ്പെടെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം. അതിന് $13 ബില്യൺ വേണ്ടിവരും, ഭയങ്കര ചിലവാണ്. ഇറാനിലും അതുപോലെ തന്നെ 11 നഗരങ്ങൾ ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കണം, അവിടെയും $13 ബില്യൺ ചിലവാകും. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇത്രയും ഡോളർ ചിലവാകുന്നതെന്ന് വെച്ചാൽ ഈ ലാൻഡ്സ്കേപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പം റഷ്യയ്ക്കും അതുപോലെ തന്നെ ഇറാനും ഒരുപോലെ അതിർത്തിയുള്ള കാസ്പിയൻ സീ എന്ന് പറയുന്ന ഒരു സമുദ്രാതിർത്തിയുണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതുവഴി ലാൻഡ് മാർഗം, അതുപോലെ തന്നെ സീ മാർഗം, അതുപോലെ തന്നെ റെയിൽവേ മാർഗമൊക്കെ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ ഗുണകരമാണ്. അങ്ങനെ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി 2022 മാർച്ചിൽ നമ്മൾ ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടത്തി. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ നിന്ന് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ എത്താൻ സാധാരണഗതിയിൽ 60 ദിവസം പിടിക്കുമെങ്കിൽ ഇത് 24 ദിവസം കൊണ്ടെത്തി. അപ്പോൾ സമയലാഭമായി, സാമ്പത്തിക ലാഭമായി, അല്ലെ, ട്രേഡ് ചുരുങ്ങിയ ദിവസം കൊണ്ട്. അപ്പോൾ ഈ എല്ലാ രാജ്യങ്ങൾക്കും അത് ഗുണകരമാണ്. അപ്പം നമ്മൾ 3 രാജ്യങ്ങൾ മാത്രം പോരാ, കുറച്ച് രാജ്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 35ഓളം രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഉക്രൈന്, തുർക്കി, ഒമാന്, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അസർബൈജാൻ, സിറിയ തുടങ്ങി 35ഓളം രാജ്യങ്ങൾ. അപ്പോൾ ഓരോ രാജ്യത്തിനും അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതിനാദ്യം ഈ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കണം. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഈ പൈസ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ യുദ്ധത്തിൽ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. മാത്രവുമല്ല ഇവരുള്ള പൈസ മുഴുവൻ ഹമാസിന് കൊടുക്കും,
ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കും, ഹൂത്തികൾക്ക് കൊടുക്കും, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന് പറയും. അപ്പോൾ തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഇറാൻ്റെ പൈസയുണ്ട്. അപ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്നതിനകത്ത് വാസ്തവമില്ല. മാത്രമല്ല ബ്രിക്സ് ഉച്ചകോടി നടന്നപ്പോൾ ഈ ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ അവിടെ ചെല്ലുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഈ ബാക്കിയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അന്നും ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഇടപെട്ട് ഇസ്രായേലിൻ്റെ ഈ യുദ്ധം, ആക്രമണം എന്നൊക്കെ നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. ജയശങ്കർ പറഞ്ഞു അതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണ്ടേ, നമുക്ക് ആ പ്രോജക്റ്റ് ഇനി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പലതവണ പറഞ്ഞു. പക്ഷേ ഇവർ കേൾക്കുന്നില്ല. അപ്പോൾ ട്രേഡ് രംഗത്ത് നമ്മളൊരു ഉയർച്ചയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഇറാനും ഇഷ്ടമുണ്ടാകുന്നില്ല, നേരത്തെ അമേരിക്കയിലെ ജോ ബൈഡനും ഇഷ്ടമുണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് വരുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി ഇവരുടെ ഓയിൽ വിൽപ്പന എല്ലാം കുറഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഈ ഓയിൽ കൊടുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആരും അറിയാതെ കപ്പലിനകത്ത് ഓയിൽ കൊണ്ടുപോയിട്ട് നടുക്കടലിൽ വെച്ച് കൈമാറും. ചിലപ്പോൾ കപ്പൽ ഉൾപ്പെടെ, ഫ്ലാഗ് ഉൾപ്പെടെ കൈമാറുന്നത്. 2 കപ്പൽ ഒരേ സമയം മധ്യത്ത് വരുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അപ്പോൾ ഇത്തരത്തിലുള്ള വിൽപ്പനയുള്ള പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ റിയൽ ടൈം ലൊക്കേഷനെ ട്രേസ് ചെയ്യാൻ കഴിയുന്ന സാറ്റലൈറ്റുമായി ബന്ധപ്പെടുന്ന ഒരു ഉപകരണമുണ്ട്. ഈ ഉപകരണം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇടപെടൽ നടത്തുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സൗത്ത് കൊറിയയും ഇറാനും തമ്മിൽ സമുദ്രമധ്യത്തിൽ വെച്ചൊരു പ്രശ്നമുണ്ടായി. പൈസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഈ കപ്പൽ വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറായില്ല. മാത്രമല്ല സൗത്ത് കൊറിയയുടെ കപ്പലിനെ ഹൂത്തികൾ വന്ന് ആക്രമിച്ചു. അപ്പോൾ ഇറാന്റെ സൈന്യം ഹൂത്തികളാണ്. ഇത് തന്നെയാണ് ഇന്ത്യ ഈ പുതിയ കോറിഡോർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഹൂത്തികൾ എപ്പോൾ വേണേലും കപ്പലുകളെ ആക്രമിക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് ഹൂത്തികളെ ഓടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ യാഥാർത്ഥ്യമായാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകണം. മാത്രവുമല്ല ഇറാൻ്റെ ഈ ഇല്ലീഗൽ ബിസിനസ് ലോകം മൊത്തം അറിഞ്ഞു. ഇവരിങ്ങനെ ഓയിൽ കൊടുക്കുന്നുണ്ട് അല്ലേ, ഇനി അവർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവരെ നിലനിർത്തി. അതോടുകൂടി മൈനിങ് തടസ്സപ്പെട്ടു, ഓയിലിൻ്റെ പൈപ്പ് ലൈൻ പദ്ധതി തടസ്സപ്പെട്ടു, അതുപോലെ തന്നെ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളെ ഇത് ബാധിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം നിലവിലെ അവസ്ഥയിൽ ശുദ്ധീകരിച്ച എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സൗദിയാണ്. ഇപ്പോൾ 2ാമത്തെ രാജ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ. കാരണം എന്താ പറഞ്ഞാൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഈ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ അവർക്ക് ഓയിൽ വിൽക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ആ ഓയിൽ വാങ്ങിച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ച് വിറ്റു. അപ്പം നമുക്ക് വലിയ ലാഭം ഉണ്ടായി. അപ്പോൾ അതുവരെ നമ്മൾ ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. 5 ലക്ഷം ബാരലായിരുന്നു നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒറ്റയടിക്ക് നമ്മൾ 3 ലക്ഷം ബാരലായിട്ട് കുറച്ചു. കാരണം നമുക്ക് കൂടുതലായിട്ട് എണ്ണ റഷ്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമുക്കത് വിൽപ്പന നടത്താനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഈ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായതോടുകൂടി അവരുടെ സാമ്പത്തിക നില തകർന്നു. അപ്പോൾ ഉപരോധം ഉണ്ടാകുന്നതിന് മുമ്പ് 2014 ഇറാൻ $41 ബില്യൺ എണ്ണ വ്യാപാരം നടത്തി. 2017 ആയപ്പോൾ അത് $53 ബില്യൺ ഉയർന്നു. പിന്നീടാണ് ഉപരോധങ്ങൾ വന്നത്. ഇതോടുകൂടി ഇവരാകെ തകർന്നു. 2019 ആയപ്പോഴേക്കും വ്യാപാരം $8 ബില്യൺ കുറഞ്ഞു. അടുത്ത വർഷം അതായത് 2020 ആയപ്പോൾ $9 ബില്യൺ. ഇനി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വലിയ നഷ്ടം വന്നു. മാത്രമല്ല സൗദിക്ക് ഇവരങ്ങനെ വളരുന്ന ഇഷ്ടമല്ല. അവരുടെ ഒരു മൊണോപ്പൊളി അവിടെ തകരുകയല്ലേ. അപ്പം ഈ രീതിയിൽ സൗദിയും നമ്മുടെ അടുത്തൊരു ഇഷ്ടമില്ലായ്മയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ട്രേഡാണ്. ഇത് പിന്നെ ഈ പറയുന്ന ബൈഡന് അറിയാമായിരുന്നു, ബൈഡൻ നമ്മളെ സഹായിച്ചില്ല. പക്ഷേ ട്രംപ് വരുമ്പോൾ സഹായിക്കും. ട്രംപിന് റഷ്യയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ച് വേണമെങ്കിൽ ഇന്ത്യ പറഞ്ഞാൽ ട്രംപ് ഇറാനുള്ള ഉപരോധമൊക്കെ ഒന്ന് കുറയ്ക്കും. മാത്രമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ആ ഉദ്യമത്തിൽ നിന്ന് അവർ പിൻവാങ്ങും. അപ്പോൾ ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ ഇത്തരം ചില ബന്ധങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം, എങ്കിൽ ഞങ്ങൾ മറ്റേ കോറിഡോർ പദ്ധതിയിൽ പൈസ നിക്ഷേപിക്കാം എന്നുള്ളതാണ്. അവരുടെ പൈസ ഇല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പം ഇറാൻ്റെ എക്കണോമിയുടെ ഇപ്പോൾ സാമ്പത്തിക അവസ്ഥയുടെ മൊത്തം സാമ്പത്തിക അവസ്ഥ 20% മാത്രമാണ് ഇപ്പോൾ എണ്ണയിലൂടെ അവർക്ക് കിട്ടുന്നത്. കാരണം ഉപരോധം ഏർപ്പെടുത്തിയോടുകൂടി അവർ തകർന്നു. മാത്രമല്ല സൗദി അറേബ്യ അവരുടെ സാമ്പത്തിക നില മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ 3/1 ഭാഗം എന്ന് പറയുന്നത് എണ്ണ വിൽപ്പനയിലൂടെയാണ്. പക്ഷേ ഇറാൻ്റെത് 4/1 ഭാഗമാണ്. അപ്പോൾ ഇറാൻ ഒരുപാട് എണ്ണയുണ്ടെങ്കിലും ഈ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുന്നതോടുകൂടി അവർ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മറികടക്കണമെങ്കിൽ ഈ പറയുന്ന മതഭരണകൂടം അവിടുന്ന് മാറണം. ഇപ്പം ആദ്യം ഖുമൈനി വന്നു, പിന്നെ ഖമനൈ വന്നു. ഇവരൊക്കെ വന്നതോടുകൂടി അവിടെ മത തീവ്രവാദ നിലപാടുകൾ ശക്തമാകുകയും മറ്റ് രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെ ഇവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരികയാണ്. അതിപ്പം ഈ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കണം, ഗ്രീൻ എനർജിയിലേക്ക് നമ്മൾ മാറണം, ഫോസിൽ എനർജിയിലേക്ക് മാറണം, സസ്റ്റൈനബിൾ എനർജിയിലേക്ക് മാറണം. ഇതൊക്കെയുള്ള പുതിയ പദ്ധതിയാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഓയിൽ വിൽപ്പനയിലൂടെ ഇവർക്ക് മുന്നേറുന്നതിനുള്ള സാധ്യത കുറയുകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഓയിലിലൂടെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സൗദി ഉൾപ്പെടെ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി 2030, 2040, 2050 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മിഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ഇനി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വളരുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറാനും അതിനകത്തുനിന്ന് മാറണം. അപ്പോൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ട്രേഡാണ് അനുകൂലമായി നിൽക്കുന്നത്. അപ്പോൾ ഈ കോറിഡോർ യാഥാർത്ഥ്യമാകണം. മുംബൈയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ 72,000 വരുന്ന കിലോമീറ്റർ ദൂരത്തിലേക്ക് ചരക്ക് ഗതാഗതം എത്തിച്ചാൽ ഇത് റോഡ് മാർഗം പുറത്തേക്ക് എത്തിക്കാം, റെയിൽ മാർഗം എത്തിക്കാം, കടൽ മാർഗം എത്തിക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനു വേണ്ടി തുടക്കം കുറിച്ച ഇന്ത്യക്കും റഷ്യക്കും ഒപ്പം നിന്ന രാജ്യം ഇറാനാണ്. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാണ്. അത് പ്രഷർ ചുമത്തുകയാണ്. അതെ, ഇത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഒരു പ്രഷർ ചുമത്തി ഈ ഉപരോധമൊക്കെ ഒന്ന് കുറച്ചെടുക്കാനുള്ള ഒരു തന്ത്രം. അതെ, അത് ഇന്ത്യയുടെ അടുത്താണ് പറയുന്നത്. കാരണം ഇന്ത്യ പറഞ്ഞാൽ ട്രംപ് കേൾക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം ചെലുത്തി എല്ലാം ശരിയാവുകയാണ്. കാരണം മാത്രമല്ല, ഈ ട്രംപ് വന്നാൽ ഇസ്രായേൽ ഇറാനെ ഇനി ആക്രമിച്ച് തീർക്കുമെന്ന് പേടിയുണ്ട്. കാരണം ഓയിൽ ഫീൽഡ് മൊത്തം കത്തിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കത്തിച്ചാൽ പിന്നെ ഇവർക്ക് മാർഗം എന്താ? അപ്പോഴാണ് ഈ പറയുന്ന പുതിയൊരു പദ്ധതിയുമായിട്ട് ഇന്ത്യയും റഷ്യയും വന്നത്. പിടിവള്ളിയാണ്. അപ്പോൾ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ യാഥാർത്ഥ്യമായാൽ $20 ബില്യൺ ലാഭം ഇറാന് മാത്രം കിട്ടും. അപ്പോൾ അവർക്ക് അതിലൊരു കണ്ണുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ ഈ മതഭീകരർ, അതായത് ഈ ഖമനയി ഭരണകൂടം മാറണം. പകരം മറ്റേതെങ്കിലും ഒരു ഭരണകൂടം വന്നാൽ ഈ സാധനമായിട്ടൊക്കെ മുന്നോട്ട് പോകാം. ഒപ്പം ഇന്ത്യയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ ഈ പൈസയൊന്നുമില്ല, റഷ്യ തരാമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധമായതുകൊണ്ട് അവരുടെ കയ്യിലും പൈസ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇത് കളവാണെന്ന് നമുക്കറിയാം. എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള നയതന്ത്ര പ്രതിനിധികൾ ഇവരുമായി സംസാരിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി പലതവണ പ്രസിഡന്റുമായി സംസാരിച്ചു. അപ്പോൾ നോക്കാമെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇന്ത്യക്ക് ഇങ്ങനെ ഇവർ പണി തരുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മറ്റു രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ബദൽ മാർഗ്ഗങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.